നമസ്കാരം, എല്ലാവർക്കും മിനോര വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നാലമ്പല ദർശനത്തെക്കുറിച്ചാണ്. കർക്കിടക മാസത്തിലെ രാമായണ പാരായണവും നാലമ്പല ദർശനവും ചെയ്യുന്നതിലൂടെ സകലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നു. കോട്ടയം ജില്ലയിലെ നാലമ്പലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയം നഗരത്തിൽ നിന്നും ഏകദേശം 37 കിലോമീറ്റർ അകലെയുള്ള രാമപുരത്താണ് ഈ ക്ഷേത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. രാമപുരത്ത് തന്നെയാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തിലാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും 3 കിലോമീറ്റർ ദൂരം, എല്ലാ അമ്പലങ്ങളിലേക്കും ഏകദേശം 3 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്. വൈഷ്ണവ പാരമ്പര്യത്തിലെ 108 അഭിമാന ക്ഷേത്രങ്ങളൊന്നായി ഈ ക്ഷേത്രത്തെ തരംതിരിച്ചിട്ടുണ്ട്. ചതുർബാഹുവായി കിഴക്കോട്ട് ദർശനമായ ശ്രീരാമനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ശ്രീരാമൻ തന്റെ അയോധ്യ രാജ്യം വിട്ട് 14 വർഷത്തെ വനവാസത്തിനിടെ തന്റെ ജീവിത പങ്കാളി സീതയെ കണ്ടെത്താൻ ഉപയോഗിച്ച വഴിയിലൂടെ ഇന്നത്തെ രാമപുരം ഗ്രാമത്തിലെത്തി എന്നാണ് ഐതിഹ്യം. ധ്യാനത്തിന് അനുയോജ്യമായ സ്ഥലമായി അദ്ദേഹം ഈ സ്ഥലത്തെ കാണുകയും അതുപോലെ തന്നെ വളരെ മനോഹരമായ ഭൂപ്രകൃതികൾ കൊണ്ടും പാറക്കെട്ടുകൾ കൊണ്ടും കാടുകൾ കൊണ്ടും കുന്നും മലകളും എല്ലാം സ്ഥലം അദ്ദേഹം തിരഞ്ഞെടുക്കുകയായിരുന്നു. അദ്ദേഹത്തെ കാണാതെ അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും അദ്ദേഹത്തെ തേടി ഇവിടെ എത്തുകയുണ്ടായി. ശ്രീരാമൻ ശാന്തമായ ഒരു സ്ഥലത്ത് തപസ് ചെയ്യുന്ന കണ്ടപ്പോൾ അവരും അദ്ദേഹത്തിന്റെ അരികിൽ ഇരുന്ന് ധ്യാനിക്കാൻ ആരംഭിച്ചു. ലക്ഷ്മണൻ കൂടപ്പുലത്തും ഭരതൻ അമനകരയിലും ശത്രുഘ്നൻ മേദിരിയിലും. കാലക്രമേണ അവർ ധ്യാനിച്ച സ്ഥലങ്ങളിൽ അവർക്കായി പ്രത്യേക ക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു. മറ്റു ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടുത്തെ വഴിപാടുകൾ. അമ്പും വില്ലും കുടുംബത്തിലുള്ള പ്രത്യേക പൂജയും ഇവിടുത്തെ വഴിപാടുകളാണ്. ശ്രീരാമനെ കൂടാതെ ഹനുമാൻ, ഗണപതി, ധർമ്മശാസ്താവ്, നാഗരാജൻ എന്നിവരെയും ഇവിടെ ആരാധിക്കുന്നു. രാമപുരത്ത് നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരമാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ളത്. വൃന്ദാവന സമാനമായ ഭൂപ്രകൃതി ഭംഗി തിളങ്ങി നിൽക്കുന്ന കിഴക്ക് വടക്ക് താഴ്ചകളുള്ള മനോഹരമായ ഗ്രാമമാണ് ശ്രീ ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കൂടപ്പുലം പ്രദേശം. 4 കൈകളാലും അനുഗ്രഹം വാരിച്ചൊരിയുന്ന ചതുർബാഹുവായിട്ടാണ് ശ്രീ ലക്ഷ്മണസ്വാമിയുടെ ഏറെ ചൈതന്യവാഹിയായ പ്രതിഷ്ഠ ഇവിടെയുള്ളത്. പ്രധാന പ്രതിഷ്ഠാമൂർത്തിയായ ലക്ഷ്മണസ്വാമിക്ക് പുറമെ നാലമ്പലത്തിനകത്ത് ദക്ഷിണാമൂർത്തി, ശ്രീ ഗണപതി എന്നീ ദേവതകളും പുറത്ത് യക്ഷി, രക്ഷസ് എന്നീ മൂർത്തികളും ഉണ്ട്. ക്ഷേത്രത്തിന്റെ സമീപത്ത് തന്നെ ഉഗ്രസ്വരൂപിണിയായ ഭദ്രകാളിയുടെയും സ്വാമി അയ്യപ്പന്റെയും ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ചതുർബാഹു സമർപ്പണം, അരമണി, എള്ളുപായസം, നീരാഞ്ജനം, താമ്പൂലം സമർപ്പണം, ശംഖാഭിഷേകം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. രാമായണ കഥ കേട്ടുണരുന്ന കർക്കിടക മാസത്തിന്റെ പുണ്യനാളുകളിൽ ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന പൂർവിക ആചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ളത്. നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചയ്ക്ക് പൂജയ്ക്ക് മുമ്പ് പൂർത്തിയാക്കുന്നത് ഏറ്റവും ഉത്തമമാണെന്ന വിശ്വാസമാണ് രാമപുരത്തെ നാലമ്പല ദർശനത്തിന് ഏറ്റവും പ്രാധാന്യമാകാൻ കാരണം.
നാലമ്പല ദർശനത്തിലെ മൂന്നാമത്തെ ക്ഷേത്രമായ ഭരതസ്വാമി ക്ഷേത്രം അമനകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന ശ്രീ ഭരതസ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ക്ഷേത്രത്തിന്റെ മുൻപിൽ അതീവ പ്രാധാന്യത്തോടുകൂടി ശിവഭഗവാന്റെ പ്രതിഷ്ഠയും ഉണ്ട്. അതോടൊപ്പം ശ്രീ ഗണപതി, യക്ഷി, നാഗരാജാവ് എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിനുണ്ട്. ആദ്യകാലത്ത് 5 മനകളുടെ വകയായിരുന്ന ഈ പ്രദേശവും ക്ഷേത്രവും ഐമനകര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കാലാന്തരത്തിൽ ഈ പേര് ലോപിച്ച് അമനകര എന്നായി. ഇതിലെ 2 മനകൾ അന്യം നിന്ന് പോവുകയും പിന്നീട് ക്ഷേത്രഭരണം അവശേഷിച്ച 3 ഇല്ലങ്ങളിലേക്ക് നിക്ഷിപ്തമാകുകയും ചെയ്തു. നിത്യവും 3 പൂജകളുള്ള ക്ഷേത്രത്തിന്റെ തന്ത്രി അവകാശം തൃപ്പൂണിത്തുറ പയ്യന്നൂർ ഇല്ലക്കാർക്കാണ്. മേടമാസത്തിലെ അനിഴത്തിൽ കൊടിയേറി തിരുവോണത്തിന് ആറാട്ടോടുകൂടി സമാപിക്കുന്ന 6 ദിവസത്തെ ഉത്സവവും കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. ക്ഷേത്രത്തിന് മുന്നിലുള്ള കുളത്തിൽ ഭക്തർ മീനൂട്ട് വഴിപാടുകൾ നടത്താറുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ശംഖുപൂജ, നെയ്വിളക്ക്, ഉടയാട സമർപ്പണം, കൂട്ടുപായസം, മീനൂട്ട്, പാൽപ്പായസം, തുളസിമാല, തിരുമധുരം എന്നിവയാണ്. നാലമ്പല ദർശനത്തിലെ 4ാമത്തെ ക്ഷേത്രമായ ശത്രുഘ്നസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മേതിരിയിലാണ്. കുറ്റമറ്റ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം. പ്രധാനമായ ക്ഷേത്രം കല്ലിൽ പണിതതും സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചതുമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ ഉച്ചവരെ ശത്രുഘ്നന്റെയും അതിനുശേഷം സന്താന ഗോപാലന്റെയും ആണ് എന്നാണ് വിശ്വാസം. ഇക്കാരണത്താൽ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നീ ദേവതകളെ ആരാധിക്കാനുള്ള പവിത്രമായ തീർത്ഥാടനം ഉച്ചയ്ക്ക് മുമ്പ് പൂർത്തിയാക്കണം. പ്രധാന ശ്രീകോവിലിന്റെ പുറംഭിത്തികളിൽ കൊത്തിവെച്ചിരിക്കുന്ന രാമായണ കഥകളുടെ 3D ചിത്രീകരണവും വളരെ ആകർഷണമാണ് ഇവിടെ. ചക്രസമർപ്പണം, കുടുംബാർച്ചന, തൊട്ടിൽ സമർപ്പണം, ഉടയാള സമർപ്പണം, വിദ്യാഗോപാലാർച്ചന, മംഗല്യസൂക്ത പുഷ്പാഞ്ജലി, ശത്രുസംഹാര പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ഉച്ചപൂജയ്ക്ക് മുൻപ് 4 ക്ഷേത്രങ്ങളിലും ദർശനം പൂർത്തിയാക്കുന്നത് ഭക്തനെ രോഗങ്ങളിൽ നിന്നും മുൻകാലങ്ങളിൽ നിന്നുള്ള ദുരിതങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാനും അവർക്ക് നല്ല സന്താനങ്ങളെ പ്രദാനം ചെയ്യാനും ഐശ്വര്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു.
ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം കൂടപ്പലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ഭരതസ്വാമി ക്ഷേത്രത്തിലും മേദിരിയിലെ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലും ദർശനം പൂർത്തിയാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയെങ്കിൽ മാത്രമേ നാലാമ്പല ദർശനം പൂർത്തിയാകുകയുള്ളൂ. നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ നാലമ്പലങ്ങളെ കുറിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ തൃശ്ശൂർ ജില്ലയിലുള്ള നാലമ്പലങ്ങൾ ഏകദേശം നമുക്ക് ഒരു 25-26 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഓരോ അമ്പലങ്ങളിലേക്കുള്ളത്. കോട്ടയം ജില്ലയിലെ അമ്പലങ്ങൾ ഏകദേശം ഒരു 10 കിലോമീറ്ററിനുള്ളിൽ തന്നെ എല്ലാ അമ്പലങ്ങളും പോയി വളരെ പെട്ടെന്ന് നമുക്ക് തന്നെ തീർത്ഥാടനം നടത്തി പോരാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്.